Good morning. Today we have discussed about constitutional values. We have already know about our rights. There are important 6 rights. ഒരു ഏകദേശം നമുക്കെന്താണ് ഒരു നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ധാരാളം റൈറ്റുകൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളമാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ ഒരു സ്ലൈഡിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യം തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ഈ പ്രിയാമ്പിളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവറിൻ socialist, secular, democratic republic and to secure to all its citizens. Then justice. Social, economic and political. അതിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റിസ്. ദെൻ ലിബർട്ടി. ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്സ്, ഫെയ്ത്ത് ആൻഡ് വേർഷിപ്പ്. Then equality. Equality of status and opportunity and to promote among them all. Then fraternity. Fraternity assuring the dignity of the individuals and the unity and integrity of the nations. ഇതുതന്നെയാണ് നമ്മൾ ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. പ്രിയാമ്പിൾ ഇറ്റ് കൺസിഡേർഡ് ടു ബി ദ കീ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ദ എയിം വിച്ച് ആർ ലേഡ് ഡൗൺ ദി പ്രിയാമ്പിൾ ആർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഇന്ത്യൻ state as sovereign, socialist, secular, democratic republic, provision to all the citizen of India. Justice. ജസ്റ്റിസ് ഏതിലേക്കാണ് ജസ്റ്റിസ് ലഭിക്കേണ്ടത്? സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. ലിബർട്ടി. ലിബർട്ടി എവിടേക്കാണ്? തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്സ്, ഫെയ്ത്ത് ആൻഡ് വേർഷിപ്പ്. ഇക്വാളിറ്റി. ഇക്വാളിറ്റി എന്താണ് മെൻഷൻ ചെയ്യുന്നത്? ഇക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ദെൻ ഫെർട്ടേണിറ്റി. Fraternity assuring dignity of the individual, unity and integrity of the nations. The fraternity assure ചെയ്യുന്നത് എന്താണ്? ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ, ദെൻ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി nations. Then sovereignty. Sovereignty is one of the foremost elements of any independent state. A government which is not controlled by any other power. സോവർണിറ്റി ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് മറ്റുള്ള ഗവൺമെൻറ്റുകൾക്ക് നമ്മൾ എക്സ്റ്റേണലും ഇൻറ്റേർണൽ ആയിട്ടുള്ള അഫെയർസിലൊന്നും പവറിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, കൺട്രോൾ ചെയ്യാൻ പാടില്ല. ഇന്ത്യ ഈസ് എ സോവറിൻ കൺട്രി. ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഒരു സോവറിൻ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. എന്നാൽ നമ്മളൊരു എഡ്യൂക്കേഷൻ എലമെൻ്റ് ഈ സോവർണിറ്റിയിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ത്രൂ എഡ്യൂക്കേഷൻ വി എയിം എ നേഷൻ വിത്ത് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് സോവറിൻ ഇൻ എ നേച്ചർ. ഈ ഒരു എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷനിലൂടെ നമ്മൾ എന്താണ് ദ എയിം എ നേഷൻ വിത്ത് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് സോവറിൻ ഇൻ എ നേച്ചർ. അതാണ് ഈ ഒരു എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷനിലൂടെ സോവർണിറ്റി. അതിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു പിന്നെ അല്ലെങ്കിൽ സോവറിൻ ആയിട്ടുള്ള ഒരു നേച്ചറിനെ വാർത്തെടുക്കുന്നത് ഏതിലൂടെയാണ്? ആ എഡ്യൂക്കേഷനിലൂടെയാണ് എന്നാണ് ഇവിടെ പരാമർശിക്കുന്നത്. ദെൻ സോഷ്യലിസം. ഏതൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷനും കൂടെ നമ്മൾ നോക്കിക്കാണണം. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ദ വേർഡ് സോഷ്യലിസ്റ്റ് വാസ് നോട്ട് ദെയർ ഇൻ ദി പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇറ്റ്സ് ഒറിജിനൽ ഫോം. ഈ ഒരു സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്ക് പ്രിയാമ്പിളിൽ ഈ ഒരു ഒറിജിനൽ ഫോമിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇൻ 1976 ദ 42nd അമെൻമെൻറ്റ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻകോർപ്പറേറ്റഡ് സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ ഇൻ ദി പ്രിയാമ്പിൾ. അങ്ങനെ 1976 42ാമത്തെ അമെൻമെൻറ്റോട് കൂടിയിട്ട് അതിലേക്ക് ഇൻകോർപ്പറേറ്റഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ ദ വേർഡ് സോഷ്യലിസം ഹാസ് ബീൻ യൂസ്ഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇക്കണോമിക് പ്ലാനിങ്. ഈ ഒരു എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു എക്കണോമിക് പ്ലാനിങ് എന്ന കോണ്ടെക്സ്റ്റിലൂടെയാണ് സോഷ്യലിസ്റ്റ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. റിമൂവൽ ഓഫ് ഇൻഇക്വാളിറ്റീസ്, പ്രൊവിൻഷൻ ഓഫ് മിനിമം ബേസിക് നെസസിറ്റീസ് ടു ഓൾ, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. എന്താണ് ഒരു സ്റ്റേറ്റ് ഒരു ഇൻഡിവിജ്വലിൻ്റെ എന്ത് ചെയ്യണം,
റിമൂവൽ ഓഫ് ഇൻഇക്വാളിറ്റീസ്, അവിടെ നമ്മൾ ഇൻഇക്വാളിറ്റീസ് റിമൂവൽ ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് മിനിമം ബേസിക് നെസസിറ്റി ടു ഓൾ, എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത് മിനിമം ബേസിക് നെസസിറ്റി എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യണം. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ള ഒരു രീതിയും അവിടെ പ്രൊമോട്ട് ചെയ്തു. എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ എയിം ഫോർ എ സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി, നമ്മൾ ഒരു എന്ത് ചെയ്യണം, പലതരത്തിലുള്ള നമ്മൾ ഈ ഒരു ഇംപ്ലിക്കേഷൻ കൊണ്ടുവരികയാണെങ്കിൽ ഒരു സോഷ്യൽ പാറ്റേൺ ഓഫ് സൊസൈറ്റി ഈ എഡ്യൂക്കേഷനിലൂടെയാണ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. ദെൻ സെക്യുലറിസം. Secularism refers to India is neither religious nor anti-religious. അപ്പോൾ എന്താണ്, ഒരു ഇന്ത്യക്ക് എന്തില്ല, ഒരു റിലീജിയനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഇന്ത്യക്കില്ല. അതുകൊണ്ട് തന്നെ 2 implications ഉണ്ട് അതിൻ്റെ. അതിൽ ഫസ്റ്റ് വൺ, എവറി ഇൻഡിവിജ്വൽ ഈസ് ഫ്രീ ടു ബിലീവ് ഇൻ ആൻഡ് പ്രാക്ടീസ് എനി റിലീജിയൻ ഹി ഓർ ഷീ ബിലോങ്സ് ടു. ഓരോ വ്യക്തിക്കും ഫ്രീ ആയിട്ട് ബിലീവ് ചെയ്യാനും ആൻഡ് പ്രാക്ടീസ് ചെയ്യാനും ആൻഡ് എനി റിലീജിയൻ തിരഞ്ഞെടുക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഡിസ്ക്രിമിനേറ്റ് എഗെയിൻസ്റ്റ് എനി ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു വ്യക്തിനെ അയാളുടെ ജാതിയുടെ ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. ദെൻ നമ്മുടെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ദ പ്രോപ്പർ ആറ്റിറ്റ്യൂഡ് ഫേവറിങ് സെക്യുലറിസം ഇൻ ഇന്ത്യ ഈസ് പോസിബിൾ ഓൺലി ത്രൂ പ്രോപ്പർ എഡ്യൂക്കേഷൻ. പ്രോപ്പർ എഡ്യൂക്കേഷനിലൂടെ മാത്രമാണ് എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും എന്താണ്, ഇന്ത്യ ഒരു പ്രത്യേക റിലീജിയനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എന്താണ്, ഓരോ ഇൻഡിവിജ്വലിനും ഫ്രീ ആയിട്ട് ബിലീവ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും എനി റിലീജിയൻ തിരഞ്ഞെടുക്കാനുള്ളൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. അതൊക്കെ നമുക്ക് ഏതിലൂടെയാണ്, എഡ്യൂക്കേഷനിലൂടെയാണ് അത് പ്രോപ്പറായിട്ട് ആ ഒരു ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കാൻ സാധിക്കുന്നത്. ദെൻ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ഡെമോക്രസി. നമുക്കറിയാം ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളുടെ ഒരു സഭയാണ് നമ്മൾ ഡെമോക്രസി എന്ന് പറയുന്നത്. അവിടെ എന്താണ്, എല്ലാവർക്കും ഈക്വലായിട്ടുള്ള റൈറ്റുകളും ജസ്റ്റിസൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതും ഡെമോക്രസിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഡെമോക്രസി ഈസ് ജനറലി നോൺ ആസ് ഗവൺമെൻറ് ഓഫ് ദി പീപ്പിൾ ബൈ ദി പീപ്പിൾ ആൻഡ് ഫോർ ദി പീപ്പിൾ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ അത് ഓർത്ത് വയ്ക്കുക. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ജനറലി നോൺ ആസ് ഗവൺമെൻറ് ഓഫ് ദി പീപ്പിൾ ബൈ ദി പീപ്പിൾ ആൻഡ് ഫോർ ദി പീപ്പിൾ. ദിസ് ഈസ് ദ കീ എലമെൻറ്റ്സ് ഓഫ് ദി ഡെമോക്രസി. ദെൻ ഗവൺമെൻറ് ഈസ് എലക്റ്റഡ് ബൈ ദി പീപ്പിൾ. ഗവൺമെൻറ് എങ്ങനെയാണ്, ഇലക്റ്റഡ് ബൈ ദി പീപ്പിൾ. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ആൻഡ് അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ. അതിൻ്റെ റെസ്പോൺസിബിളും അക്കൗണ്ടബിൾ ഒക്കെ ആർക്കാണ്, പീപ്പിളിനാണ്. ദ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് ആർ ഹൈലൈറ്റഡ് വിത്ത് ദ പ്രൊവിൻഷൻ ഓഫ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, ഇലക്ഷൻസ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിൾ ഓഫ് ഗവൺമെൻറ്. ഒരു ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ ഹൈലൈറ്റ് ചെയ്യുന്ന എന്തൊക്കെയാണ്, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് അല്ലെങ്കിൽ നമ്മുടെ വോട്ടവകാശം, അതുപോലെ ഇലക്ഷന്, ഫണ്ടമെൻ്റൽ റൈറ്റുകൾ, അതുപോലെ തന്നെ എന്താണ് ആൻഡ് റെസ്പോൺസിബിൾ ഓഫ് ഗവൺമെൻറ്. ദെൻ നമ്മുടെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ട്രെയിൻസ് ദ സിറ്റിസൺ ഫോർ എ ഡെമോക്രാറ്റിക് വേ ഓഫ് ലൈഫ്. നമ്മൾ എഡ്യൂക്കേഷൻ ലഭിച്ചാൽ അതിലൂടെ നമ്മൾ ട്രെയിൻ ചെയ്യുകയാണ് എന്ത്, ഒരു സിറ്റിസൺ ഫോർ എ ഡെമോക്രാറ്റിക് വേ ഓഫ് ലൈഫ്. അതിലൂടെ ഒരു ഡെമോക്രാറ്റിക് വേ ഓഫ് ലൈഫിനെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ദെൻ ജസ്റ്റിസ് റെഫേഴ്സ് ടു, നമുക്കറിയാം എന്താണ്, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ള ഒരു കാര്യമാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജസ്റ്റിസ് പ്രൊമൈസ് ടു ഗീവ് പീപ്പിൾ വാട്ട് ദേ ആർ എൻറ്റൈറ്റിൽഡ് ഇൻ ടേംസ് ഓഫ് ബേസിക് റൈറ്റ് ടു ഫുഡ്, ക്ലോത്തിങ്, ഹൗസിംഗ്, പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ്
ലിവിങ് വിത്ത് ഡിഗ്നിറ്റി ആസ് എ ഹ്യൂമൻ ബീങ്. അപ്പോൾ ജസ്റ്റിസ് എന്താണ്, ഒരു ഹ്യൂമൻ ബീങ്സ് എന്ന രീതിയിൽ അവർക്ക് എന്തൊക്കെ വേണം, ബേസിക് ആയിട്ടുള്ള ഫുഡ്, ക്ലോത്തിങ്, അതുപോലെ ഹൗസിങ്, പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്, ലിവിങ് വിത്ത് ഡിഗ്നിറ്റി ഒക്കെ എന്ത് ചെയ്യണം, ഇതൊക്കെ ഇതിനുള്ളൊക്കെ അവകാശങ്ങളുണ്ട്. ദ പ്രിയാമ്പിൾ കവർ ഓൾ ദീസ് ഡയമെൻഷൻസ് ഓഫ് ജസ്റ്റിസ്, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. നമ്മൾ പ്രിയാമ്പിൾ തന്നെ എന്ത് പറയുന്നുണ്ട്, ജസ്റ്റിസും അതുപോലെ സോഷ്യലായിട്ടും ഇക്കണോമിക്കായിട്ടും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ജസ്റ്റിസിനെ കുറിച്ച് പറയുന്നുണ്ട്. ത്രൂ എഡ്യൂക്കേഷൻ, നമ്മുടെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ത്രൂ എഡ്യൂക്കേഷൻ വൺ ഇൻഡിവിജ്വൽ ഈസ് അവെയർ അബൌട്ട് ആൻഡ് ഡെവലപ്പ് എ സെൻസ് ഓഫ് ജസ്റ്റിസ്. നമ്മൾ എന്താണ്, ഒരു വ്യക്തിക്ക് എന്തിനെക്കുറിച്ച് നമ്മുടെ അവെയർ അബൌട്ട് ആൻഡ് ഡെവലപ്പ് എ സെൻസ് ഓഫ് ജസ്റ്റിസ്. ദെൻ ലിബർട്ടി. ദ പ്രിയാമ്പിൾ ആൾസോ മെൻഷൻ അബൌട്ട് ലിബർട്ടി ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ. നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട് എന്ത്, ലിബർട്ടി ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ, ഒരാൾക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. ദെൻ ഫണ്ടമെൻ്റൽ റൈറ്റ്, നമുക്കറിയാം പ്രധാനമായിട്ടും നമുക്ക് ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാൻ മതസ്വാതന്ത്ര്യമുണ്ട്. എക്സ്പ്ലോയിറ്റേഷനെതിരെ, ചൂഷണത്തിനെതിരെ ഉള്ള അവകാശങ്ങളുണ്ട്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശങ്ങൾ, അങ്ങനെ ധാരാളം ഫണ്ടമെൻ്റൽ റൈറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ലിബർട്ടി ഈസ് എ ഹ്യൂമൻ റൈറ്റ് ആൻഡ് വിച്ച് ക്യാൻ ആക്ട് ആസ് മേജർ എയിം ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഒരു എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ലിബർട്ടി ഈസ് എ ഹ്യൂമൻ റൈറ്റ് ആണ് ആൻഡ് വിച്ച് ക്യാൻ ആക്ട് ആസ് major aim of education in India. Then equality. Equality considered to be the sense of modern democratic ideology. All citizens of India should be treated equally and extended equal protection of law without any discrimination based on caste, creed, birth, religion and sex. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഒരു ഓൾ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി ആൻഡ് എക്സ്റ്റെൻഡഡ് ഈക്വൽ പ്രൊട്ടക്ഷനാണ് നമുക്ക് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദ ലോ ഓഫ് വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ, നിയമത്തിന് മുന്നിൽ ഒരു വേർതിരിവൊന്നും പാടില്ല. ബേസ്ഡ് ഓൺ കാസ്റ്റ്, ജാതിയുടെയോ ക്രീഡിൻ്റെയോ ബർത്തിൻ്റെയോ പ്ലേസ് ഓഫ് ബർത്തിൻ്റെയോ റിലീജിയൻ്റെയോ സെക്സിൻ്റെ പേരിലൊന്നും എന്ത് പാടില്ല, ഡിസ്ക്രിമിനേഷൻ ഇവിടെ പാടില്ല എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഈക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ഈക്വാളിറ്റി വേണം. അതിപ്പോൾ നമ്മുടെ ജോബിൻ്റെ ആയാലും മറ്റുള്ള ഏതൊരു മേഖല എടുത്തു കഴിഞ്ഞാലും എന്ത് ചെയ്യണം, ഈക്വാളിറ്റി വേണം. നമുക്കെല്ലാവർക്കുമുള്ള ഒരു തുല്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ കൊടുക്കേണ്ടത്. ദെൻ ഈക്വാളിറ്റി പ്രിൻസിപ്പിൾസ് ഈസ് വെരി മച്ച് എസെൻഷ്യൽ ഇൻ എഡ്യൂക്കേഷണൽ സിനാരിയോ. അതുകൊണ്ട് തന്നെ നമ്മൾ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷനിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു ഈക്വാളിറ്റി പ്രിൻസിപ്പിൾ നമ്മളെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ ഓൺലി പ്രോപ്പർ എഡ്യൂക്കേഷൻ. അത് നമുക്ക് എങ്ങനെയാണ് അച്ചീവ് ചെയ്യാൻ കഴിയുന്നത്, നമുക്ക് എഡ്യൂക്കേഷനിലൂടെ മാത്രമാണ് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദെൻ ഫ്രട്ടേണിറ്റി, ഡിഗ്നിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഇൻ ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യ മൾട്ടിലിംഗ്വൽ, മൾട്ടി കൾച്ചറൽ ആൻഡ് മൾട്ടി റിലീജിയസ് സൊസൈറ്റി. നമുക്കറിയാം ഇന്ത്യയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ മൾട്ടി ലിംഗ്വലാണ്, മൾട്ടി കൾച്ചറൽ, മൾട്ടി റിലീജിയസ് ആയിട്ട് നമ്മൾ ഒരുപാട് ഭാഷകളും വൈവിധ്യങ്ങളുമുള്ള ഒരു രാജ്യമാണ്. ആൻഡ് കീപ്പിംഗ് ഇൻ എ വ്യൂ ദ പാർട്ടീഷൻ ഓഫ് ദി കൺട്രി, ദ ഫ്രെയിമർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ വെർ വെരി മച്ച് കൺസേൺഡ് അബൌട്ട് ദി യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി. നമ്മുടെ ഇന്ത്യയുടെ പാർട്ടീഷൻ നടക്കുന്ന സമയത്ത് തന്നെ എന്താണ്, ഇതിനെക്കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, വെരി മച്ച് കൺസേൺഡ് അബൌട്ട് ദി യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് അവർ ന്യൂലി ഇൻഡിപെൻഡൻറ്റ് കൺട്രി. ദെൻ there was a need for harmonious coexistence among various religious, linguistic, cultural and economic group. Then dignity of individual, fraternity among people and integrity of the nation. ഇനി എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ദിസ് വാല്യൂ ക്യാൻ ബി അറ്റൈൻ ഓൺലി ത്രൂ എഡ്യൂക്കേഷൻ. ഈ ഫ്രട്ടേണിറ്റിയും ഡിഗ്നിറ്റിയും യൂണിറ്റിയും ഇൻറ്റഗ്രിറ്റിയും ഒക്കെ നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാൻ കഴിയുന്നത്, ത്രൂ എഡ്യൂക്കേഷൻ. ദെൻ ഇഗാലിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ഈക്വാളിറ്റി എമംഗ് പീപ്പിൾ അല്ലെങ്കിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ. ഇതാണ് ഇഗാലിറ്റേറിയൻ എന്ന വാക്കിൻ്റെ മീനിങ്. എ സൊസൈറ്റി വിച്ച് ഫീൽസ് കൺസേൺ ഫോർ മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് ഓൾ ഇറ്റ്സ് മെമ്പേഴ്സ് ഈസ് നോൺ ആസ് ഇഗാലിറ്റേറിയൻ സൊസൈറ്റി.
The preamble has provided for a vision human which is democratic, secular, and therefore egalitarian. This outlook can be developed through education. അപ്പോൾ നമുക്ക് ഈക്വാളിറ്റി എമംഗ് ദി പീപ്പിൾ, ദെൻ ഈക്വാളിറ്റി അല്ലെങ്കിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ, ഇതെല്ലാം നമുക്ക് എന്താണ് ഒരു ഡെമോക്രാറ്റിക്, സെക്യുലർ ആൻഡ് ദ ഇഗാലിറ്റേറിയൻ ഔട്ട്ലുക്ക് എങ്ങനെയാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നത്? ത്രൂ എഡ്യൂക്കേഷനിലൂടെയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്രയും പോർഷൻസ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ അടുത്തതായിട്ട് നമ്മൾ പ്രിയാമ്പിളിൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് സോഷ്യലും ഇക്കണോമിക്കും പൊളിറ്റിക്കലായിട്ടുള്ള ജസ്റ്റിസും നമ്മുടെ തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്സ്, ഫെയ്ത്ത്, വർഷിപ്പ്, അതിലൊക്കെയുള്ള ലിബേർട്ടി, ദെൻ ഈക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, ഫ്രട്ടേണിറ്റി, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള അടുത്ത് സോവർണിറ്റിയാണ്. അതുപോലെ തന്നെ എന്താണ് അതിൽ എക്സ്റ്റേണലായിട്ടും ഇൻറ്റേർണലായിട്ടുള്ള ഒന്നും കൺട്രോൾ പാടില്ല. ദെൻ എന്താണ് ഒരു ഇന്ത്യ ഈസ് എ സോവറിൻ കൺട്രിയാണ്. അത് എഡ്യൂക്കേഷനിലൂടെ എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്? അത് ത്രൂ എഡ്യൂക്കേഷൻ വി എയിം എ നേഷൻ വിത്ത് ഇൻഡിപെൻഡൻ്റ് ആൻഡ് സോവറിൻ ഇൻ എ നേച്ചർ. ദെൻ സോഷ്യലിസം. ആദ്യം ഈ സോഷ്യലിസ്റ്റ് എന്ന വേർഡ് ഉണ്ടായിരുന്നില്ല. പിന്നീട് 1976 42ാമത്തെ അമെൻമെൻറ്റോട് കൂടിയിട്ടാണ് അത് ഇൻകോർപ്പറേറ്റഡ് ചെയ്യുന്നത്. ദെൻ അടുത്ത സെക്യുലറിസം. അതിൽ നമ്മൾ പറഞ്ഞു 2 ഇംപ്ലിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവറി ഇൻഡിവിജ്വൽ ഈസ് ഫ്രീ ടു ബിലീവ് അല്ലേ, ഓരോ ഇൻഡിവിജ്വലിനും ഫ്രീ ബിലീവ് ചെയ്യാനുള്ളതും പ്രാക്ടീസ് ചെയ്യാനുള്ളതും റിലീജിയൻ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഡിസ്ക്രിമിനേഷൻ ഒന്നും പാടില്ല. ദെൻ നമ്മൾ മൂവിങ് ടു നെക്സ്റ്റ് സ്ലൈഡ് ഡെമോക്രസീനെ കുറിച്ച് പറഞ്ഞു. ഡെമോക്രസിയിൽ എന്താണ് ഗവൺമെൻറ് ഓഫ് ദി പീപ്പിൾ, ബൈ ദി പീപ്പിൾ ആൻഡ് ഫോർ ദി പീപ്പിൾ. ദെൻ ജസ്റ്റിസ് പറഞ്ഞു. ജസ്റ്റിസിൽ എന്താണ് ജസ്റ്റിസ് സോഷ്യൽ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ദെൻ ലിബേർട്ടി പറഞ്ഞു. ലിബേർട്ടിയിലൂടെ എന്താണ് ദ പ്രിയാമ്പിൾ അബൌട്ട് ലിബേർട്ടി ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ. ദെൻ ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. ദെൻ ഫ്രട്ടേണിറ്റി, ഡിഗ്നിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഇറ്റ് ക്യാൻ ബി അറ്റൈൻഡ് ഓൺലി ത്രൂ എഡ്യൂക്കേഷൻ. പിന്നെ ഇഗാലിറ്റേറിയൻ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിലൂടെ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.